കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. പീരിയഡിന്റെ 5ാമത്തെ ദിവസം മുതൽ ഓവുലേഷൻ നടക്കുന്ന ദിവസം വരെ ഈ 2 ടിപ്പുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ പ്രഗ്നന്റ് ആകാനായിട്ട് സാധിക്കും. അത് ഏതൊക്കെ ടിപ്സ് ആണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത് ഈന്തപ്പഴത്തിനെയും അത്തിപ്പഴത്തിനെയും പറ്റിയിട്ടാണ് കേട്ടോ. അതായത് ഡേറ്റ്സും ഡ്രൈ ഫിഗും അതിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. എല്ലാവരും തന്നെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഡ്രൈ ഫ്രൂട്ട്സ് കാറ്റഗറിയിൽ പെടുന്ന ഒന്നാണ് ഈന്തപ്പഴം എന്ന് പറയുന്നത്. ഇപ്പൊ മുസ്ലിംസ് ഒക്കെ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒന്നാണ് ഈന്തപ്പഴം. ഈ ഈന്തപ്പഴം ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനേക്കാളും മുമ്പ് തന്നെ പറയട്ടെ, ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്ന പല കാറ്റഗറിയിൽ പെടുന്ന ആളുകളും അതൊന്ന് ഫാസ്റ്റിംഗ് ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട്, അതായത് നമ്മുടെ ആ ഒരു നോമ്പ് ഒന്ന് വിട്ടിട്ട് കഴിക്കുന്ന ഒന്നാണ് ഈന്തപ്പഴം എന്ന് പറയുന്നത്. കാരണം അത്രയും നേരം വരെ നമ്മൾ നിന്നിരുന്ന ആ ഒരു അവസ്ഥയിൽ, നമ്മൾ വിശപ്പടക്കി നിന്നിരുന്ന ആ ഒരു അവസ്ഥയിൽ നമുക്കൊരു റിഫ്രഷ്മെന്റ് എഫക്ട് തരാനും അതുപോലെ തന്നെ ശരീരത്തിലോട്ട് ന്യൂട്രിയൻസ് എത്താനും വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഈന്തപ്പഴം എന്ന് പറയുന്നത്. ഇതിൽ ഒരുപാട് ബെനിഫിറ്റുകൾ അടങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ഹെൽത്തി ഫുഡായിട്ടുള്ള ഈ ഒരു ഈന്തപ്പഴം വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ പ്രഗ്നന്റ് ആകാനായിട്ടും സാധിക്കും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അണ്ടത്തിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈന്തപ്പഴം ഉപയോഗിക്കുന്നത് സഹായിക്കുന്നു. സാധാരണ ഒരുപാട് പേര് ഒരുപാട് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റുകൾ എടുക്കാറുണ്ട്. ക്ലോമോഫിൻ സിട്രേറ്റ് എടുക്കാറുണ്ട്, ലെട്രസോൾ എടുക്കാറുണ്ട്, HCGയുടെ ഇഞ്ചക്ഷൻ വെക്കാറുണ്ട്. ഇങ്ങനെയുള്ള പ്രോസസ് ഒക്കെ നമ്മൾ ചെയ്യുമ്പോഴേക്കും അണ്ടത്തിന്റെ വളർച്ച പലർക്കും എത്താറുണ്ട്. പക്ഷേ പ്രഗ്നൻസി അവിടെ പോസിബിൾ ആകുന്നില്ല. കാരണം ആ ഒരു അണ്ടം വളർന്നു കഴിഞ്ഞാലും അതിലൊരു ഫെർട്ടിലൈസേഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാപ്പബിലിറ്റിയോ ഒരു ക്വാളിറ്റിയോ ഒന്നും ആ അണ്ടത്തിന് ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചു പോകുന്നത്. അതിനെയൊക്കെ ഒന്ന് ഓവർകം ചെയ്യാനായിട്ട് ഈ 2 ടിപ്സും നിങ്ങളെ സഹായിക്കുന്നു. അപ്പൊ നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഈന്തപ്പഴത്തിൽ അടങ്ങിയിട്ടുള്ള ന്യൂട്രിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫോളേറ്റ് ഉണ്ട്, അയേൺ ഉണ്ട്, കാൽസ്യം ഉണ്ട്, പൊട്ടാഷ്യം ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, ഫൈബർ ഉണ്ട്. ഇതെല്ലാം തന്നെ നമ്മളിൽ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നവയാണ്. ഫോളിക് ആസിഡിന്റെ കണ്ടന്റ് ആയിട്ടുള്ള, അതായത് ഫോളേറ്റ് ശരീരത്തിൽ ഇല്ലെങ്കിൽ പ്രഗ്നൻസി നമുക്ക് പോസിബിൾ ആവില്ല. അതുപോലെ തന്നെ അയേൺ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമ്മൾ അനീമിക് ആവും. അങ്ങനെ വരുമ്പോഴേക്കും ബ്ലഡ് സർക്കുലേഷൻ അവിടെ കുറയും. അതുപോലെ തന്നെ കാൽഷ്യത്തിന്റെ കുറവ്, ഫൈബറിന്റെ കുറവ്, ഇതെല്ലാം തന്നെ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സപ്പോർട്ട് തരുന്ന ന്യൂട്രിയൻസ് ഒക്കെയാണ്. അതായത് നമ്മളുടെ ശരീരത്തിലെ ഹോർമോൺസിന്റെ റെഗുലേഷൻ കൃത്യമായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് ഇതെല്ലാം സഹായിക്കുന്നു. ഹോർമോൺസിന്റെ റെഗുലേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ പ്രഗ്നൻസി പോസിബിൾ ആവുകയുള്ളൂ. ഹോർമോണൽ ഇംബാലൻസസ് ശരീരത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ പ്രഗ്നൻസി അവിടെ പോസിബിൾ അല്ല. അതുപോലെ തന്നെ അണ്ടത്തിന്റെ ക്വാളിറ്റി വർദ്ധിക്കാൻ വേണ്ടിയിട്ട് ഈ എല്ലാ വിറ്റമിൻസും നിങ്ങളെ സഹായിക്കുന്നു. ഇതെല്ലാം ശരീരത്തിൽ ഉണ്ടെങ്കിൽ, അതായത് നമ്മളൊരു ഓവുലേഷൻ നടക്കുന്ന സമയത്തൊക്കെ ഇത് നമ്മളുടെ ശരീരത്തിലോട്ട് നമ്മൾ നിരന്തരം എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഫോളിക് ആസിഡിന്റെ കണ്ടന്റ് ഒക്കെ നമ്മളുടെ ശരീരത്തിലോട്ട് എത്തുന്നു. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കുഞ്ഞിന് ബർത്ത് ഡിഫക്ട്സ് ഉണ്ടാവുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ന്യൂറൽ ഡെവലപ്മെന്റിനും ഒക്കെ ഇത് സഹായിക്കുന്നു. മറ്റൊരു ബെനിഫിറ്റ് ആണ് നമ്മളുടെ ശരീരത്തിലെ ബ്ലഡ് സെൽസിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് സഹായിക്കുക. ബ്ലഡ് സെൽസ് ശരീരത്തിൽ അതിന്റെ കൗണ്ട് ഇൻക്രീസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ നമ്മളുടെ ശരീരത്തിലോട്ട് എത്തുകയുള്ളൂ. അങ്ങനെ വന്നാലേ നമുക്ക് അവിടെ പ്രഗ്നൻസി പോസിബിൾ ആവുകയുള്ളൂ. കുഞ്ഞിന് വേണ്ടുന്ന എല്ലാ ന്യൂട്രിയൻസും അതുപോലെ അണ്ടം വളരാൻ വേണ്ടിയിട്ട് എല്ലാ ന്യൂട്രിയൻസും എത്തുകയുള്ളൂ. അതിനൊക്കെ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. അത് മാത്രമല്ല, കുഞ്ഞിന്റെ ബോൺ സ്ട്രെങ്തിനും ഓവറോൾ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും ഒക്കെ ഇത് സഹായിക്കുന്നു. ശരീരത്തിൽ എനർജി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഡേറ്റ്സ് ഉപയോഗിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു. നിങ്ങളൊരു ഓവുലേഷൻ വരെയുള്ള സമയങ്ങളിൽ ഏകദേശം ഒരു 4 ഈന്തപ്പഴമൊക്കെ എടുക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല കേട്ടോ. പക്ഷേ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് നിങ്ങൾ ഈന്തപ്പഴം എടുക്കുന്നുണ്ടെങ്കിൽ 2 എണ്ണം വീതം നിങ്ങൾ എടുത്താൽ മതി കേട്ടോ. അതിനേക്കാളും കൂടുതൽ നിങ്ങൾ എടുക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ പ്രഗ്നന്റ് ആകുന്നവരും 2 ഈന്തപ്പഴമൊക്കെ എടുത്താൽ മതിയാകും. അതിനേക്കാളും കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പാലിൽ ഈന്തപ്പഴം ചേർത്ത് കഴിക്കുന്നവരുണ്ട്. അങ്ങനെ കുടിച്ചാലും നിങ്ങൾക്ക് പ്രശ്നമില്ല. ന്യൂട്രിയൻസ് ഒരുപാട് ശരീരത്തിൽ എത്താൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. അപ്പൊ നിങ്ങൾ ഏകദേശം ഇത് കഴുകി നല്ലതുപോലെ എടുത്തിട്ട് അതിന്റെ ആ ഒരു പൊടിയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നല്ലതുപോലെ കഴുകിയിട്ട് നിങ്ങളൊരു ഈവനിങ് സ്നാക്ക് ആയിട്ടോ അല്ലെങ്കിൽ ഇപ്പൊ മോർണിംഗിലാണെങ്കിലും ഡേ ടൈമിലാണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടെങ്കിലും കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഈന്തപ്പഴം കഴിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. എളുപ്പത്തിൽ പ്രഗ്നന്റ് ആകാനായിട്ട് അത് നിങ്ങളെ സഹായിക്കും കേട്ടോ. അടുത്തതാണ് ഡ്രൈ ഫിഗ് എന്ന് പറയുന്നത്. ഡ്രൈ ഫിഗിനെ പറ്റിയിട്ട് ഓൾറെഡി നമ്മുടെ ചാനലിൽ വീഡിയോസ് ഉണ്ട്. നമ്മുടെ സ്ത്രീകൾക്ക് അയേണും അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷനും ഒക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ് ഈ ഡ്രൈ ഫിഗ് എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ഈസിലി അവൈലബിൾ ആണ്. ഉണങ്ങിയിട്ടുള്ള ആ ഒരു അത്തിപ്പഴം നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നെല്ലാം മേടിക്കാനായിട്ട് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. ഇത് 2 അത്തിപ്പഴമൊക്കെ എടുത്തിട്ട് നിങ്ങൾ വെള്ളത്തിൽ കുതിർത്തിയിട്ടിട്ട് ആ
വെള്ളവും കൂടി ചേർത്ത് നിങ്ങൾ കുടിച്ചു കഴിഞ്ഞാൽ അത് ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പലർക്കും സഹായിക്കുന്നുണ്ട്. ഇതിലടങ്ങിയിട്ടുള്ള കണ്ടൻസും അതുപോലെ തന്നെ അയണും ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. നമ്മൾ ഈ ബ്ലഡ് സർക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരുപാട് പേർക്ക് അതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് അറിയില്ല. കാരണം ഈ ശരീരത്തിലെ നമ്മുടെ ഓവറിയിലോട്ട്, അതായത് നമ്മുടെ അണ്ടാശയത്തിലോട്ട് ഇത് വളരുന്ന സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എത്തുന്ന എല്ലാ ന്യൂട്രിയൻസും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴേക്കും ഫോളിക് ആസിഡിന്റെ ഫോളേറ്റിന്റെ കണ്ടന്റ് അടങ്ങിയത് കഴിക്കുന്നുണ്ട്, അയണിന്റെ കണ്ടന്റ് അടങ്ങിയത് കഴിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ അണ്ടം വളരാൻ വേണ്ടിയിട്ടുള്ളതും ഫെർട്ടിലൈസേഷൻ നടക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതായിട്ടുള്ള എല്ലാം നമ്മൾ കഴിക്കുന്നുണ്ട്. ഈ കഴിക്കുന്ന ഭക്ഷണങ്ങളെല്ലാം ഡൈജഷൻ നടന്നതിന് ശേഷം നമ്മളുടെ ശരീരത്തിലോട്ട് എത്തണമെങ്കിൽ അവിടെ ബ്ലഡ് സർക്കുലേഷൻ കൃത്യമായിട്ട് നടക്കണം. രക്തയോട്ടം കൃത്യമായിട്ടുണ്ടെങ്കിലേ അത് കുഞ്ഞിലോട്ട് എത്തുകയുള്ളൂ. അതിനു വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഈ ഡ്രൈ ഫിഗ് എന്ന് പറയുന്നത്. ഇത് കഴിക്കുമ്പോഴേക്കും ബ്ലഡ് സർക്കുലേഷൻ ഒന്ന് ത്വരിതപ്പെടുത്താൻ വേണ്ടിയിട്ട് അത് സഹായിക്കുന്നു. 2 അത്തിപ്പഴം നിങ്ങൾ കഴിച്ചാൽ മതിയാകും. ഉണക്കമുന്തിരി നമ്മൾ വെള്ളത്തിലിട്ട് കുടിക്കുന്നത് പോലെ തന്നെ 2 അത്തിപ്പഴം എടുത്തിട്ട് നിങ്ങൾ കുതിർത്തി വെള്ളത്തിലിട്ട് ആ ഒരു കുതിർന്ന് വന്നതിന് ശേഷം ഒരു 5-6 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ആ വെള്ളവും നിങ്ങൾ കുടിക്കുക, അതുപോലെ അത്തിപ്പഴവും നിങ്ങൾ കഴിക്കുക കേട്ടോ. അതും ഫെർട്ടിലിറ്റി വർദ്ധിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നവയാണ്. ഇത് രണ്ടും നിങ്ങൾ ഒരുമിച്ചെടുക്കണമെന്നില്ല, 2ആയിട്ട് നിങ്ങൾ എടുത്താലും പ്രശ്നമില്ല. അതായത് ഒരു സമയം നിങ്ങൾ ഈന്തപ്പഴം കഴിക്കുക, അതിനുശേഷം കുറച്ചൊന്ന് വിശന്നിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെ അത്തിപ്പഴം കഴിക്കുന്നത് ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. കുറച്ചധികം ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ എടുത്ത് ഒരു പ്ലേറ്റിൽ വെച്ചിട്ട്, അതായത് 4 ബദാം, 4 കാഷ്യൂനട്ട്, അതുപോലെ 4 ഈന്തപ്പഴം, അതുപോലെ വാൾനട്ട്, അങ്ങനെയുള്ളതൊക്കെ പിസ്ത, ഇതൊക്കെ 4 എണ്ണം വീതം വെച്ചിട്ട്, അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ടുള്ള ഡ്രൈ ഫിഗ് ഒക്കെ എടുക്കുമ്പോഴേക്കും 2 ഡ്രൈ ഫിഗ് അങ്ങനെയൊക്കെ എടുത്തിട്ട് നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും കേട്ടോ. ഡ്രൈ ഫിഗ് അങ്ങനെ അല്ലാതെ കഴിക്കുന്നവരുണ്ട്, അതായത് വെള്ളത്തിൽ കുതിർത്തിയിട്ടല്ലാതെ കഴിക്കുന്നവരുണ്ട്. പക്ഷെ നമ്മൾ വെള്ളത്തിൽ കുതിർത്തിയിട്ട് കഴിക്കുമ്പോഴേക്കും കുറേം കൂടി ന്യൂട്രിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. അപ്പൊ ആ ഒരു രീതി നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ഒരുപാട് പേർക്ക് ഉണ്ടാകുന്ന സംശയമാണ് പീരിയഡ്സിന്റെ, അതായത് നമ്മുടെ ഇംപ്ലാന്റേഷൻ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ ഇത് എടുത്തു കഴിഞ്ഞാൽ, അതായത് ഡ്രൈ ഫ്രൂട്ട്സിന്റെ ആ ഒരു ഈന്തപ്പഴം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പീരിയഡ്സ് ആകുമോ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ ഒരിക്കലും പീരിയഡ്സ് നമുക്ക് ഇൻഡ്യൂസ് ആവില്ല. കാരണം നമ്മൾ ഒറ്റയിരിപ്പിന് 10-20 ഈന്തപ്പഴം ഒന്നും കഴിക്കില്ലല്ലോ. ഒരു 2 എണ്ണോ 3 എണ്ണോ ഒക്കെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടും. പക്ഷേ ആ ഒരു ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം ഇത് കഴിച്ചു കഴിഞ്ഞാൽ പീരിയഡ്സ് ആകും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെട്ട് ഇത് കഴിക്കേണ്ട ആവശ്യമില്ല. ഓവുലേഷൻ സമയം വരെ പ്രോപ്പർ ആയിട്ട് എടുത്താൽ മതിയായിരിക്കും കേട്ടോ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ 1 മാസം നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടുന്നില്ലെങ്കിലും നിങ്ങളത് സ്റ്റോപ്പ് ചെയ്ത് കളയരുത്. 2-3 മാസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുക. നിങ്ങളുടെ അണ്ടത്തിന്റെ ക്വാളിറ്റി വർദ്ധിക്കാൻ വേണ്ടിയിട്ട് അത് ഒരുപാട് സഹായിക്കും. അങ്ങനെ ഒരു 3ാമത്തെ മാസം നമുക്ക് നാച്ചുറലി കൺസീവ് ആകാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.